ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു a ന്യൂ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ എങ്ങനെ പ്രോപ്പറായിട്ട് ജിഗിൾ ചെയ്യാം. ഓക്കെ, ജിഗിൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം. ജിഗിൾ 3 തരത്തിൽ ജിഗിൾസ് ഉണ്ട്. ഓക്കെ, 3 മൂവ്മെൻറ്റ്സ് ആണ് ജിഗിൾസിനുള്ളത്. ഒന്ന് ക്ലോസ് റേഞ്ച് ഫാസ്റ്റ്. ഓക്കെ, ക്ലോസ് റേഞ്ച് ഫാസ്റ്റ് ജിഗിൾ, മീഡിയം റേഞ്ച് മീഡിയം ജിഗിൾ, ലോങ് റേഞ്ച് ജിഗിൾ. ഓക്കെ, അങ്ങനെ 3 രീതിയിലാണ് ജിഗിൾ ഉള്ളത്. അപ്പോൾ 3 പൊസിഷൻ എങ്ങനെ ജിഗിൾ ചെയ്യാം, പ്രോപ്പറായിട്ട് ജിഗിൾ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം ഊരിയിടും. ഓക്കെ, ജസ്റ്റ് എക്സ്റ്റൻഡ് മാഗ് മാത്രം ഇട്ടിട്ട് കയറുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സെറ്റിങ്സ് ഉണ്ടല്ലോ, സെറ്റിങ്സിൽ സ്പ്രിൻറ്റ് സെൻസിറ്റിവിറ്റി. ഓക്കെ, നമുക്ക് ആദ്യം സെറ്റിങ്സ് നോക്കാം നമ്മളെ. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് കയറുക. ബേസിക് കൺട്രോൾസിൽ നമുക്കൊന്നും ചെയ്യേണ്ടതല്ലോ. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് കൺട്രോൾസിൽ നമ്മളെ സ്പ്രിൻറ്റ് സെൻസിറ്റിവിറ്റി നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 100-നും 90-നും ഇടക്കായിരിക്കണം നിങ്ങളെ സ്പ്രിൻറ്റ് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ജോയ്സ്റ്റിക്കിനനുസരിച്ച് നിങ്ങളെ കൺട്രോളിൽ അത് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ TTP എല്ലാവരും ഐപാഡ് വ്യൂ ആണ്, തേങ്ങയാണ് വാങ്ങിയാണെന്നൊക്കെ പറ്റി കുറേമാർ അത് 90-ലൊക്കെ ഇടും കേട്ടോ. അതിലൊക്കെ ലോക മണ്ടത്തരാണ്. അപ്പോൾ നിങ്ങൾ ഒരു ജസ്റ്റ് പ്രോപ്പർ നിങ്ങളുടെ സ്ക്രീനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റാവുന്ന രീതിയിൽ വെക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനൊരു 85 വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരിക, ട്രെയിനിങ് ഗ്രൗണ്ടിൽ വരും. ഓക്കെ, ഒരു അറ്റാച്ച്മെൻറ്റ്സ് ഇടും. അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെയാണ് ജിഗിൾ ചെയ്യുക. ഓക്കെ, നോർമലായിട്ട് ഫയർ ചെയ്തുകൊണ്ട് വെറുതെ ബോഡി മാത്രം മൂവ് ചെയ്തിട്ടാണ് ജിഗിൾ ചെയ്യുക. അപ്പോൾ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം, എല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരാണ്. ഓക്കെ, ഇത് അപ്പോൾ നിങ്ങളിത് പരമാവധി ഹെഡ് കൊള്ളും കാര്യങ്ങളുള്ളൂ ഒക്കെ കൊള്ളും. പക്ഷേ നിങ്ങൾ ബാക്കിൽ വാള് ശ്രദ്ധിച്ചാൽ അവിടെയാണ് പരമാവധി 40%-ൽ 60%, 40 ബുള്ളറ്റിൽ 60% ബുള്ളറ്റും കൊള്ളുന്നത്. ഇതാ ബാക്കിൽ അവിടെയാണ്. ഓക്കെ, ബാക്കിൽ ആ വാളിനാണ് കൊള്ളുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ മിസ്റ്റേക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് ജിഗിൾ ഇങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞുതരട്ടാ. അപ്പോൾ ഇതാ ഞാൻ ഈ ചെയ്യുന്ന മുമ്പിൽ നിങ്ങളൊരു മാറ്റം ശ്രദ്ധിച്ചാൽ, എൻ്റെ ക്രോസർ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫുള്ള് ഹെഡിനാണ്. ഓക്കെ, എയിം പോണ്. അപ്പോൾ നിങ്ങൾ വെറുതെ നിന്നെടുത്തുനിന്ന് ജിഗിൾ ചെയ്യുക മാത്രം ചെയ്യാതെ നിങ്ങൾ ക്രോസർ കൂടി ഹെഡിന് കണക്ട് ചെയ്ത് വെക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹെഡ് ഷോട്ട് അടിക്കാനും കാര്യങ്ങൾക്കും പറ്റും. ഓക്കെ, മനസ്സിലായോ? ഇതാ ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ക്രോസർ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഡെയിലി ഇതൊരു ഡ്രില്ലാണ്. ഓക്കെ, ഇത് ഡെയിലി ഒരു 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഡെയിലി 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾ ജിഗിൾ ബീസ്റ്റാവും. നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഉറപ്പായിരുന്നു, ഷുവറായിട്ട് നിങ്ങൾക്കാകും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഡെയിലി ഒരു 5 മിനിറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രിൽ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും ഇതാണ് മെയിൻ. ഓക്കെ, നമ്മളെ ജിഗിളിൽ നല്ല രീതിക്ക് ഹെഡും കൺട്രോളും വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ചെയ്യണം. ഇത് ബേസിക് സ്റ്റെപ്സ് ആണ്. ഓക്കെ, അടുത്തായിട്ട് ഈ BGMIൻ്റെ ഒരു മെക്കാനിസം ആണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഞാൻ ഈ ക്രോസ് ഹെയർ അവൻ്റെ ഹെൽമെറ്റിൻ്റെ അടുത്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ വിട്ടപ്പോൾ അത് റൈറ്റ് സൈഡിലൊരു കോർണറിലേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അടുത്ത് കൊണ്ട് വെക്കുക. ഇതാണ് BGMIയുടെ മെയിൻ മെക്കാനിസം. ഓക്കെ, ഇതാണ് എല്ലാവരും പറയുന്നത്, ഒരു എനിമി വരുമ്പോൾ മേളിൽ, അതായത് റൈറ്റ് ഭാഗം കോർണറിൽ വെച്ചിട്ട് ഫയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫയർ ചെയ്താലേ നമുക്ക് പ്രോപ്പറായിട്ട് ഹെഡ് കണക്റ്റ് ആവും. സ്കോപ്പിൻ്റെ കാര്യമല്ല പറയുന്നത്, സ്കോപ്പ് തൊട്ട് ക്രോസ് ഹെയർ വെച്ച് അടിക്കണ കാര്യമൊക്കെ പറയണത്, നോ സ്കോപ്പിൽ അടിക്കണ കാര്യമാണ് പറയണത്. അപ്പോൾ പരമാവധി ഹെഡിന് മേലെ വെച്ച് അടിക്കുക. ഓക്കെ, ഹെഡ് വെച്ച് അടിച്ചാൽ കുറച്ചുകൂടി ഹെഡിന് റൈറ്റ് കോർണറിലായിട്ട് വെച്ച് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഹെഡ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ BGMIയുടെ ഫസ്റ്റ് മെക്കാനിസം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഫുള്ള് ഹെഡ് അടിച്ച് സ്കോപ്പിട്ട് ഫുള്ള് ഹെഡ് അടിച്ചപ്പോൾ ഹെഡ് കൊണ്ട്. ഓക്കെ, സ്കോപ്പിട്ട് അടിച്ചപ്പോൾ ഫുള്ള് ഹെഡ് കൊണ്ടു. അപ്പോൾ നമ്മൾ അല്ലാതെ അടിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫുള്ള് റെഡിന് പകരം ഇടയ്ക്ക് വൈറ്റ് കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വലത്തുഭാഗത്ത് കോർണറിൽ വെച്ച് അടിച്ചപ്പോൾ ഒരു വൈറ്റും ഇല്ല, വൈറ്റ് ഡാമേജ് ഇല്ല. കണ്ടാ, വലത്തുഭാഗത്ത് കോർണർ വെച്ച് അടിച്ചപ്പോൾ ഒരു വൈറ്റ് ഡാമേജ് പോലും നമുക്ക് കിട്ടില്ല. അതേസമയം നടുക്ക് വെച്ച് അടിച്ചപ്പോൾ കണ്ടാ, അതിൻ്റെ അടുക്ക് വെള്ള 28 കയറുന്നത്. ഇതാണ് ഒന്നാമത്തെ മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ട്രിക്ക് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 3 ടൈപ്പ് ജിഗിളാണുള്ളത്. അപ്പോൾ ഒന്ന് ക്ലോസ് റേഞ്ചിൽ ഫാസ്റ്റ് ജിഗിൾ. ഓക്കെ, ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുക, പൊതുവേ എല്ലാവരും ചെയ്യുക. അപ്പോൾ മീഡിയം റേഞ്ചിൽ വരും, മീഡിയം ജിഗിൾ, ലോങ് റേഞ്ചിൽ പോവും, ലോങ് ആയി ജിഗിൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പറയട്ടെ, ഇതാണ് ഏറ്റവും വലിയ ഫോൾട്ട്. ഞാൻ പറഞ്ഞുതരാം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ്, ഇപ്പോൾ എല്ലാവരും കരുതും ഈ ഫാസ്റ്റ് ജിഗിൾ. ഓക്കെ, ഈ ഫാസ്റ്റ് ജിഗിൾ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ജിഗിളും ആവും, നല്ല രീതിക്ക് സ്പ്രേയും ആവുന്നതാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ ഇത് കണ്ട, ഇതൊരു എക്സാമ്പിൾ ആട്ടാ. അപ്പോൾ നമ്മൾ നിന്നിട്ടടിച്ചപ്പോൾ അതിൻ്റെ സ്പ്രെഡ് കണ്ട അത്രയേ ഉള്ളൂ, ഒരു പോയിന്റിൽ വെച്ച് കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ബാക്കോട്ട് നിന്നപ്പോൾ സ്പ്രെഡ് കൂടി, വീണ്ടും ബാക്കോട്ട് നിന്നപ്പോൾ വീണ്ടും സ്പ്രെഡ് കൂടി. ഓക്കെ, ഫുൾ സ്പ്രെഡായി. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ഏറ്റവും ബാക്കിൽ നിന്ന് അടിക്കുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ബുള്ളറ്റ് സ്പ്രെഡ് ആവുമല്ലോ. അപ്പോൾ എനിമീൻ്റെ ബുള്ളറ്റ് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ സ്പ്രെഡ് ആവും. ഓക്കെ, സ്പ്രെഡായി പോവും. അപ്പോൾ അന്നേരമാണ് ഈ ഫാസ്റ്റ് ജിഗിൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ക്ലോസ് റേഞ്ചിൽ എത്തുമ്പോൾ ഒരിക്കലും ആ ജിഗിൾ ചെയ്യാറ്. ഓക്കെ, ലോങ് സ്കോപ്പിട്ട് ഫൈറ്റ് എടുക്കുമ്പോൾ ഈ ഫാസ്റ്റ് ജിഗിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഫാസ്റ്റ് ജിഗിൾ ചെയ്യുമ്പോൾ ചെറിയൊരു പോയിന്റിലേ ഈ ബോഡി മൂവ് ആവും.
അപ്പോൾ ജസ്റ്റ് ഒരു മൂവ് കൊടുക്കുന്നേ ഉള്ളൂ, ജസ്റ്റ് എവിടെയും കണക്ട് ചെയ്യാണ്ടിരിക്കാൻ ജസ്റ്റ് ഒരു മൂവ് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഫാസ്റ്റ് ജിഗിൾ ചെയ്യുക. അപ്പോൾ കുറച്ച് ബോഡി മൂവ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളെ ബോഡിയിൽ അടിക്കാൻ അവന്മാർക്ക് പാടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ദൂരെ നിന്നാൽ ഫയർ ചെയ്യണം, അപ്പോൾ സ്പ്രെഡ് കൂടും. ഓക്കെ, അപ്പോൾ ഈ അടുത്ത് നിന്ന് സ്പീഡ് ജിഗിൾ ചെയ്തിട്ട് കാര്യമില്ല. മൂവ്മെൻറ്റ് ഉണ്ടാവും, കാണാനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത് നിന്ന് ഫാസ്റ്റ് ജിഗിൾ ചെയ്തതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഒരു കാര്യമില്ലെന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. നല്ല രീതിക്ക് അവർക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോർട്ട് റേഞ്ചിൽ നിൽക്കുമ്പോൾ പരമാവധി നല്ല മീഡിയത്തിൽ ജിഗിൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ അവർക്ക് നമ്മളെ ക്രോസ് ഹെയർ വെച്ച് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഈ ഫാസ്റ്റ് ജിഗിൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു പോയിന്റിലെ ബോഡി മൂവ് ആവും, ചെറിയൊരു സ്പേസിൽ നിന്ന് ബോഡി മൂവ് ആവും. അപ്പോൾ അവർക്ക് ഹെഡ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ട്രിക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും വിചാരിക്കും ക്ലോസ് റേഞ്ചിൽ നിന്ന് സ്പീഡിൽ ജിഗിൾ ചെയ്താൽ രക്ഷപ്പെടാം. പക്ഷേ അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. നിങ്ങൾ വിചാരിച്ച് വെച്ചേക്കുന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് അതാ. ഓക്കെ, അപ്പോൾ ഇത് നേരെ എല്ലാം തിരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെല്ലാം തിരിച്ചിട്ടാണ് ഇവരെ മെക്കാനിസം. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഓക്കെ, എളുപ്പമായിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ദൂരെ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്പീഡിൽ ജിഗിൾ ചെയ്യുക. ഓക്കെ, മീഡിയത്തിൽ നിന്ന് മീഡിയമായിട്ട് തന്നെ ജിഗിൾ ചെയ്യുക. ക്ലോസ് റേഞ്ച് വരുമ്പോൾ മീഡിയമായിട്ട് ജിഗിൾ ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും നല്ല ട്രിക്ക്. അല്ലാതെ ക്ലോസ് റേഞ്ചിൽ നിന്ന് ഒരിക്കലും ഫാസ്റ്റായിട്ട് ജിഗിൾ ചെയ്യരുത്. അവർക്ക് ഹെഡ് ചെയ്യാൻ ഭയങ്കര കണക്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും പരമാവധി നോർമലായിട്ട് ജിഗിൾ ചെയ്യുക. ഓക്കെ, ക്ലോസ് റേഞ്ചിൽ നോർമലായിട്ട് ജിഗിൾ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ടിപ്പുണ്ടല്ലോ, ക്രോസ് ഹെയർ ഹെഡ് തന്നെ നമ്മളെ ഗൈറ വെച്ച് ചെയ്യണ ആ ട്രിക്ക്, അത് യൂസ് ചെയ്യുക. ഓക്കെ, അത് ചെയ്തിട്ടില്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ജിഗിൾ ബീസ്റ്റ്. ഞാൻ 100% ഞാൻ പ്രോമിസ് ചെയ്തുതരാം. ഡെയിലി 5 മിനിറ്റ്സ് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ട്രെയിൻ ചെയ്താൽ നിങ്ങൾ 1 വീക്കിനുള്ളിൽ ഓക്കെ ബീസ്റ്റായി മാറും. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ് മെയിൻ ബേസിക് എല്ലാ ടിപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി വെറുതെ ജിഗിൾ ചെയ്യാതെ ഈ ക്രോസ് ഹെയർ കൂടി അതിനൊപ്പം കൊണ്ടുപോകാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യും.